തിരുവനന്തപുരത്തും അരുവിക്കരയിലും കോൺഗ്രസ് ബി.ജെ.പി. ഡീൽ എന്ന ആന്റണി രാജു. തിരുവനന്തപുരത്ത് യു.ഡി.എഫിന് ദുർബലനായ സ്ഥാനാർത്ഥി വന്നു. അരുവിക്കരയിൽ ബി.ജെ.പി. ദുർബല സ്ഥാനാർത്ഥിയെ നിർത്തി. ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഈ ഡീൽ ഉറപ്പിച്ച കാര്യം തന്നോട് പറഞ്ഞുവെന്നും ആന്റണി രാജു വെളിപ്പെടുത്തി. കുറ്റബോധം കൊണ്ട് ചില സത്യങ്ങൾ അവർക്ക് പറയേണ്ടി വരും. ഇവിടെ വ്യക്തമായ ഡീലല്ലേ? കാരണം കഴിഞ്ഞ 15 വർഷക്കാലം ഇവിടെ തുടർച്ചയായിട്ട് മത്സരിച്ച വി.എസ്. ശിവകുമാർ, 10 വർഷക്കാലം ഇവിടെ എം.എൽ.എയും മന്ത്രിയുമായിരുന്ന വി.എസ്. ശിവകുമാർ, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുന്ന വി.എസ്. ശിവകുമാർ എന്തിനാണ് ഇവിടെ നിന്ന് അരുവിക്കരയിലേക്ക് മാറിയത്? ഇവിടെ കോൺഗ്രസ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നു. അവിടെ അരുവിക്കരയിൽ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ ബി.ജെ.പി. കൊടുക്കുന്നു. ഇവിടെ യു.ഡി.എഫിലെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ ഇടുമ്പോ അരുവിക്കരയും തിരുവനന്തപുരവുമായിട്ട് ഡീലുണ്ടെന്നുള്ളത് കോൺഗ്രസിന്റെ തന്നെ ചില നേതാക്കന്മാർ എന്നോട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നല്ലോ. അത് സത്യമാണെന്ന് തെളിയുകയല്ലേ? അത് ഞാൻ വസ്തുത ഫാക്ട് വെച്ചോണ്ടല്ലേ ഞാൻ പറയുന്നത്. ഇതിൽ പല ഒരു ഡീല് അരുവിക്കരയും തിരുവനന്തപുരം പോലുള്ള ഡീല്, വ്യക്തമായ ഡീല് തിരുവനന്തപുരം ജില്ലയിൽ വേറെ ഏത് മണ്ഡലത്തിലാണ് ഉള്ളത്? ഞാൻ കണക്ക് വെച്ചല്ലേ പറഞ്ഞത്.